മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അബൂ ഹാസിം എന്നവരുടെ അടുക്കൽ ചെല്ലാൻ എന്നിട്ട് പറഞ്ഞു, ഇൽനി യാ അബാ ഹാസിം, അബൂ ഹാസിമെ നിങ്ങൾ എനിക്കൊന്ന് വഅല് പറഞ്ഞു തരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്നെ വലിയ വഅല് പറയാൻ പറ്റിയ വലിയ ആലിമാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അബൂ ഹാസിം എന്ന മഹാന്റെ അടുക്കൽ ചെന്ന് പറയാൻ, ഇൽനി യാ അബാ ഹാസിം, ഓ അബൂ ഹാസിമെ നിങ്ങൾ എന്നൊന്ന് ഉപദേശിക്കൂ, എന്നെ ഒന്ന് ഉപദേശിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ പറയാൻ, ഇൽതജിഅ സുമ്മ ജഅലിൽ മൗത ഇൻദ റഅസിക. വല്ലാത്തൊരു ഉപദേശം. സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ആളുകളുടെ വയല്. മഹാനവറുകൾ പറയാണ്, ഇൽതജിഅ നിങ്ങൾ കിടക്കണം, സുമ്മ ജഅലിൽ മൗത ഇൻദ റഅസിക, നിങ്ങളുടെ തലഭാഗത്ത് മരണം വന്ന് കിടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. അസ്റായീല് നിങ്ങളുടെ തലഭാഗത്തുണ്ട് എന്ന് ചിന്തിക്കാം. സുമ്മൻദുർ മാ തുഹിബ്ബു അൻ തകൂന ഫീഹി തിൽക അസ്സാഅ. നമ്മളെല്ലാ സമയത്തും ദുആ ചെയ്യാറുണ്ട്, പടച്ചോനെ മരണം അങ്ങനെ ആക്കി തരണം, മരണം ഈ രൂപത്തിലാക്കി തരണം, മരണസമയത്ത് ആ രൂപമാകണം. ഇങ്ങനെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ദുആ ചെയ്യാറുണ്ട്. മഹാനായ അബൂ ഹാസിം എന്നവര് പറയാണ്, സുമ്മൻദുർ മാ തുഹിബ്ബു അൻ തകൂന ഫീഹി തിൽക അസ്സാഅ. ഓ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾ കിടന്നിട്ട് മരണം ഇതാ നിങ്ങളുടെ തലഭാഗത്ത് നിങ്ങളെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിക്കുക. ആ മരണസമയത്ത് നിങ്ങൾ ഏത് രൂപത്തിലാവാനാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മളെല്ലാ സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്, അള്ളാഹുവേ നല്ലത് പറയുമ്പോൾ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ മരിപ്പിക്കണേ അല്ലാഹ്. നല്ലവരോട് കൂട്ടുകൂടുമ്പോ നല്ലവരോട് സഹവസിക്കുമ്പോ മരിപ്പിക്കണം, നല്ല സമയത്ത് മരിപ്പിക്കണം, നല്ല സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണം. അതുപോലെ വുളൂഓടുകൂടെ ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരണേ അല്ലാഹ്. ശുദ്ധിയോടുകൂടെ ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരണേ അല്ലാഹ്. അള്ളാന്റെ റസൂലിനെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാനായ ഖുത്ബുൽ ആലം റഈസുൽ സാഹിദീൻ സിയം വലിയുല്ലാഹി മഹാനവറുകളെ പോലെയുള്ള എല്ലാ മഹാന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങളെ നീ ഒന്ന് മരിപ്പിക്കണേ അല്ലാഹ്. ആ രൂപത്തില് മരണസമയത്ത് നീ ഇഷ്ടപ്പെടുന്ന രൂപമുണ്ടല്ലോ, ഏത് കോലത്തിലാണോ നിങ്ങൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തില് നിങ്ങളുടെ സദാ സമയവും നിങ്ങളങ്ങ് മാറ്റണം കേട്ടോ. വുളൂഓടുകൂടെ മരിക്കണം എന്നാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാ സമയത്തും ചിന്തിക്കണം, അസ്റായീൽ ഇതാ വരുന്നുണ്ട്, അസ്റായീൽ വരുന്നുണ്ട്. ഞാൻ വുളൂഓടുകൂടെയാണല്ലോ മരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് എന്നെ വുളൂ മുറിയാൻ പാടില്ല, വുളൂഇലാവണം. മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, സുബ്ഹാനല്ലാഹ്. അതുപോലെ മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹുവേ നല്ല ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇവരെല്ലാം മുഴു സമയവും വുളൂഇലാണ്, ദായിമുൽ വുളൂആൻ. ഈമാനുള്ള ആളുകൾക്കല്ലാതെ നിത്യവും വുളൂ എടുത്ത് നടക്കാൻ കഴിയൂല. നമ്മളുടെ ആഗ്രഹം വുളൂഓടുകൂടെ മരിക്കണമെന്നാണ്, എന്നാൽ നമുക്ക് വുളൂ എടുക്കാൻ വലിയ മടിയാണ്. വുളൂ എടുക്കാൻ വലിയ മടിയാണ്. ചില ആളുകൾ സുബീന്റെ വുളൂ കൊണ്ട് തന്നെ ഇശാ വരെ ഒപ്പിക്കുന്ന മനുഷ്യന്മാരെ, അവർക്ക് മസ്അലയുണ്ടാകും. മുറിഞ്ഞോ ഇല്ലേ എന്ന് സംശയമാണ്, മുറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പില്ല, വുളൂ എടുത്തു എന്ന്
സുബഹിക്കെടുത്ത ഉളൂമലിങ്ങനെ ചിന്തിച്ച് വുളു എടുക്കാൻ ഭയങ്കര മടിയാണ്. രാത്രി കിടക്കുമ്പോ ഒന്ന് വുളു എടുക്കാൻ വല്ലാത്ത മടിയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മുടെ ആഗ്രഹം എന്താ? വുളുവോടുകൂടെ മരിക്കണമെന്നാ. വുളുവോടുകൂടെ മരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ വുളു എടുക്കാൻ മടിയാണ്. ഇങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. അതാ നമ്മളെ ആഗ്രഹം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലലുണ്ടോ? അത് ചൊല്ലാറില്ല. അഫ്ളൽ ദിക്ർ എന്ന് ജമാഅത്തിന് പോയി ഇരിക്കുമ്പോൾ ഇമാമ് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ചൊല്ലും. ഇതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അഫ്ളലു ദിക്ർ, ഏറ്റവും അഫ്ളലായ ദിക്ർ, അത് നമ്മൾ എപ്പോഴാ ചെല്ലാറുള്ളത്? എവിടെങ്കിലുമൊക്കെ 3 പോയാൽ അവിടെ ഉസ്താദ് എഴുന്നേറ്റ് പറയൂ, ആളുകൾ കുറച്ച് കുറവുണ്ട്, 70,000 ദിക്റാണ് ചെല്ലേണ്ടത്, അതുകൊണ്ട് ഒരാൾ 1000 ദിക്ർ ചെല്ലണമെന്ന് പറയുമ്പോ ചില ആൾക്കാരെ നെറ്റിങ്ങനെ ചുളിയും. 1000 ദിക്റോ? എന്നാൽ നമ്മൾ ആഗ്രഹം എന്താ? അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നാ. അത് ചെല്ലാൻ ഭയങ്കര മടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടൊന്ന് മരിക്കണമെന്ന് ആഗ്രഹം. എന്നാൽ സ്വലാത്ത് ചെല്ലാൻ നമുക്ക് നേരണ്ടോ? സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല. സ്വലാത്ത് ചെല്ലാൻ നേരല്ല. സ്വലാത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന, പക്ഷെ അയാൾ ചെല്ലലില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ ചില അവസ്ഥകൾ. ഈ രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നന്നാവാൻ കഴിയൂല. അതാണ് അബൂ ഹാസിം എന്നവര് പറയുന്നത്, നിങ്ങൾ മരിക്കുമ്പോ ഏത് കോലത്തിൽ മരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്, ആ രൂപത്തിൽ നിങ്ങളുടെ മുഴു സമയവും നിങ്ങളങ്ങ് ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നന്നാവാൻ കഴിയും. എന്നിട്ട് പറയാം, വമാ തക്റഹു അൻ യകൂന ഫീക തിൽക സഅ ഫദഉഹുൽ ആൻ. മരിക്കുമ്പോ എങ്ങനെ മരിക്കരുത് എന്നാണോ നീ വിചാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ബാത്റൂമിൽ പോകുമ്പോ മരിക്കണോന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? എന്നാ ആ സ്ഥലത്തുനിന്ന് വേഗം പോന്നാളണം. നേരെ തിരിച്ചാപ്പോ നമ്മൾ ഉണ്ടാവല്. പള്ളിയിൽ നിന്ന് മരിക്കണോന്ന് ആഗ്രഹം, പള്ളിയിൽ നിൽക്കാൻ നേരല്ല. പള്ളിയിൽ നിൽക്കാൻ നേരല്ല. സുബ്ഹാന ജല്ല. ഇപ്പോ ഈ ജുമുഅകളൊക്കെ വളരെ ചുരുക്കി കൊണ്ടുവരുന്നൊരു വല്ലാത്ത അവസ്ഥയാണ്. പണ്ട് കാലത്ത് ജുമുഅക്ക് മസ്ബൂക്കാകുന്ന ആളുകളെ കാണാറില്ല. ഇപ്പൊ ജുമുഅക്ക് മസ്ബൂക്കാകുന്ന ആളുകളെയും വളരെ സർവ്വസാധാരണമായി കാണുന്നൊരു സംഗതിയായി പോവാണ്. പള്ളിയിൽ നിന്ന് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പള്ളിയിൽ ഇരിക്കാൻ നമുക്ക് കഴിയൂല. അത് ഈമാനിന്റെ കുറവാണ്. മഹാന്മാര് പറയുന്നത് കാണാം, ഈമാനില്ലാത്ത ആളുകൾ പള്ളിയിൽ കയറുന്നത് കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ്. കൂട്ടിലിട്ട പക്ഷിയുടെ സ്വഭാവം എന്താ? ആ കൂടിന്റെ വാതിൽ എപ്പോഴാണോ തുറക്കുക അപ്പൊ പുറത്തു ചാടണം എന്ന ചിന്തയാണ്. ഇതേപോലെയാണ് പള്ളിയിൽ ഇമാമ് 2ാം സലാം വീട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവര് പുറത്തു ചാടും. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകളോ, അവര് കസ്സമക്കി ഫിൽ മാ, വെള്ളത്തിലുള്ള മീനിനെ പോലെയാണ്. വെള്ളത്തിലുള്ള മീനിന് ഒരിക്കലും പുറത്ത് കടക്കണ്ടെന്നാ ചിന്തിക്കുക. ഇതേ രൂപത്തിലാണ് മുഅ്മിനീങ്ങൾ. പള്ളിയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പള്ളിയുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അതുപോലെ എവിടെ വെച്ചാണോ മരിക്കാൻ ആഗ്രഹിക്കാത്തത്, ആ സംഗതികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് മാറ്റേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആ ഫോണിൽ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം മരിച്ചുപോയാൽ അത് പറയുമ്പം ചില ആളുകൾക്ക് വലിയ ബേജാറാ. സിനിമ കാണുമ്പം മരിച്ചു പോകാന്ന് പറഞ്ഞാൽ വലിയ ബേജാറാ. എന്നാൽ എപ്പോഴാ മരിക്കാന്നൊരു പിടുത്തവും ഇല്ല. ഇന്ന് മരിക്കൂലെന്ന് ഉറപ്പുണ്ട്, ധൈര്യമായിട്ട് കാണായിരുന്നു. പക്ഷെ ഒരു ഉറപ്പുമില്ല. ചിലപ്പോ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ സിനിമ കാണുമ്പം മരിക്കരുതെന്നാണ് ആഗ്രഹം. എന്നാൽ സിനിമ കാണണ്ടെന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനായ അബൂ ഹാസിം എന്നവര് പറയാൻ, ഏത് കോലത്തിലാണോ മരിക്കാൻ നിനക്ക് ഇഷ്ടമില്ലാത്തത്, ആ വിഷയത്തെ നീ എല്ലാ സമയത്തും അങ്ങ് ഒഴിവാക്കിയാൽ
നിങ്ങൾക്ക് നന്നാവാം. ഇതാരോടാ പറയുന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹില്യത്തുൽ ഔലിയാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയമൊക്കെ വിശദീകരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖുതുബുൽ ആലമിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും എല്ലാം നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കി തരണേ റഹ്മാനെ.